TVK റാലിക്കിടെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ ഒരാൾ കൂടി മരിച്ചു. കരൂർ സ്വദേശി കവിനാണ് മരിച്ചത്. അതിനിടെ വിജയുടെ പ്രചാരണത്തിന് വിലക്ക് ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകി. സെന്തിൽ കണ്ണൻ എന്നയാളാണ് ഹർജി നൽകിയത്. ഹർജി കോടതി ഇന്ന് വൈകിട്ട് പരിഗണിക്കും. ഇക്ബാൽ അറക്കലും അഷ്കർ അലി കരിമ്പയും ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം ഇക്ബാൽ അഷ്കർ അലി കരിമ്പയിലേക്കാണ്. അഷ്കർ, ഈ മരണസംഖ്യ ഉയരുമെന്ന ആശങ്ക ആദ്യം മുതലേ ഉണ്ട്. ഇന്നിപ്പോൾ ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? മരണസംഖ്യ വീണ്ടും ഉയരുന്നു. ആശങ്കപ്പെടുത്തുന്ന കണക്കിലേക്ക് തന്നെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. 40 ആളുകളുടെ മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ ഏറ്റുമുട്ടലും വലിയ വിവാദമാകുന്ന സാഹചര്യമുണ്ട്. വലിയ തോതിൽ രാഷ്ട്രീയമായി തന്നെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ കേസ് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ TVKയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന ആനന്ദിനടക്കം പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് TVK മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ ഇത്തരം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് TVK ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. നാളെ ആ കേസ് 2:30 പരിഗണിക്കാനിരിക്കുകയാണ്. മറ്റൊരു ഹർജി കൂടി ഇപ്പോൾ ഹൈക്കോടതിയിലെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അഥവാ വിജയ്ക്ക് പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തണം. വിജയുടെ ക്യാമ്പയിനുകൾക്കും അതുപോലെ തന്നെ TVKയുടെ ക്യാമ്പയിനുകൾക്കും എല്ലാം തന്നെ പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തണം. പൂർണ്ണമായും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന സാഹചര്യത്തിൽ മാത്രമേ പ്രചാരണ ക്യാമ്പയിനുകൾ അനുവദിക്കാവൂ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മദ്രാസ് ഹൈക്കോടതിയിലാണ് ഇപ്പോൾ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഹർജി സമർപ്പിച്ചിരിക്കുന്നത് സെന്തിൽ കണ്ണൻ എന്ന പേരുള്ളയാളാണ് ഇത്തരത്തിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ സെന്തിൽ കണ്ണൻ ഈ കരൂർ ദുരന്തത്തിൽ പരിക്കേറ്റ ആളാണ് എന്നതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, തമിഴ് മീഡിയ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ പരിക്കേറ്റ സെന്തിൽ കണ്ണൻ ഇപ്പോൾ അടിയന്തരമായി ഹർജി പരിഗണിച്ചുകൊണ്ട് വിജയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തണം. അതുപോലെ തന്നെ TVKയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ ക്യാമ്പയിനുകൾക്കും ഒക്കെ തന്നെ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതുവരെ വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് 4:30 തന്നെ ഈ സെന്തിൽ കണ്ണൻ്റെ ഹർജി പരിഗണിക്കുകയും ചെയ്യും. അഥവാ ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള സെന്തിൽ കുമാറിന് മുമ്പാകെയാണ് ഇത്തരത്തിൽ ഒരു ഹർജി എത്തിയത്. ആ ഘട്ടത്തിലാണ് 4:30 പരിഗണിക്കാനും വാദം കേൾക്കാനും മദ്രാസ് ഹൈക്കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. 4:30 ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം വിഷയത്തിൽ ഏറ്റവും നിർണായകമാവും. കാരണം നേരത്തെ തന്നെ വിജയുമായുടെ റാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആൾക്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് സുരക്ഷിതത്വവും ആശങ്കയും അടക്കം രേഖപ്പെടുത്തുന്ന സാഹചര്യം മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ദുരന്തത്തിന് പിന്നാലെ വിജയ്ക്ക് പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് TVKയുടെ പ്രചാരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ദുരന്തത്തിൽ തന്നെ പരിക്കേറ്റ സെന്തിൽ കണ്ണൻ എന്നയാൾ ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ശ്രുതി. ഓക്കെ അഷ്കർ, തുടരുക. ഇക്ബാൽ അറക്കൽ കൂടിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഇക്ബാൽ അറക്കൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹൈക്കോടതിയുടെ ഒക്കെ ഉത്തരവുണ്ടായിരുന്നു, നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അതൊക്കെ മറികടന്നുള്ള ഒരു പ്രചാരണം അവിടെ കണ്ടു. പക്ഷേ അതൊരു വലിയ ദുരന്തത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. എന്തായാലും ഒരു ഹർജിയൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിധി എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ പരിക്കേറ്റവർ എത്രത്തോളം പേർ ഇനി ആശുപത്രിയിലുണ്ട്, അവരുടെയൊക്കെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ്. ഈ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണല്ലോ. ശ്രുതി, തീർച്ചയായും ഇപ്പോൾ നിലവിൽ ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മരിച്ചവരുടെ സംഖ്യ അത് 40 ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പങ്കുവെക്കാനുള്ള വിവരം. കരൂർ സ്വദേശി തന്നെയായിട്ടുള്ള കവിനാണ് ഏറ്റവും ഒടുവിൽ മരിച്ചത്. ഇന്നലെ ഈ ദുരന്തത്തിനിടയിൽ കവിന് സാരമായി തന്നെ പരിക്കേൽക്കുന്നു. സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കവിന് ആദ്യം ചികിത്സ തേടുന്നത്. അവിടെ നിന്ന് പ്രാഥമിക ശുശ്രൂഷയെല്ലാം തേടിയതിനു ശേഷം കവിൻ പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്തതാണ്. ഇന്ന് രാവിലെയോടുകൂടി കവിന് ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ സമീപത്തെ മറ്റൊരു ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും കവിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഏതായാലും കവിൻ്റെ മൃതദേഹം ഇപ്പോൾ ഈ കാണുന്ന കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും. അല്പസമയം മുമ്പ് കവിൻ്റെ അച്ഛൻ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പമാണ് കവിൻ ഇത്തരത്തിൽ വിജയെ കാണുവാൻ വേണ്ടി ഈ TVKയുടെ സംസ്ഥാന പര്യടന പരിപാടിയിലേക്ക് എത്തുകയും ചെയ്തു. അതിനിടയിലാണ് ഈ തിക്കും തിരക്കിലും പെട്ട് കവിനെ പരിക്കേൽക്കുന്നത്. 32-കാരനായ കവിൻ ഒരു സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരനാണ്, സ്വകാര്യ ബാങ്കിലെ മാനേജറാണ് എന്നുള്ളതാണ് കവിൻ്റെ ബന്ധുക്കൾ പറയുകയും ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ മരണസംഖ്യ 40 ആയിരിക്കുകയാണ്. ഏറ്റവും എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പരിക്കേറ്റവരുടെ നിലയാണ്. 95 പേർ ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നുള്ളതാണ് തമിഴ്നാട് ആരോഗ്യ വകുപ്പ് പറയുന്നത്. പക്ഷേ ഈ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡീൻ
ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് 111 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. അതിൽ 50-ലധികം ആളുകൾ ഉള്ളത് ഈ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണ് എന്നുള്ളതാണ്. മറ്റ് 60 പേരുള്ളത് കരൂരിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലാണ് എന്നും ഈ ആശുപത്രിയിലെ ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ആരോഗ്യവകുപ്പ് പറയുന്നത് 95 പേരാണെന്നുള്ളത്. ഏതായാലും ഇതിൽ ഒരാൾ ഇപ്പോഴും അതീവ ഗുരുതരമായി ICUവിൽ തുടരുകയാണ്. മൊത്തം 17 പേരാണ് ICUവിൽ തുടരുന്നത്. ഇതിൽ ഒരാളുടെ നില മാത്രമാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. ഇദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ നൽകുന്നുണ്ട് എന്നുള്ളതും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ മരണസംഖ്യ 40 ആയിരിക്കുന്നു. 111 പേർ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡീൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഏതായാലും നേരത്തെ 39 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മരണം സ്ഥിരീകരിച്ചിട്ടുള്ള കവിൻ്റെ മൃതദേഹം ഈ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം പൂർത്തിയാവും. അതിനുശേഷം കവിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്ന് പുലർച്ചയോടുകൂടി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കുന്നതിനിടയിലാണ് എത്രയും പെട്ടെന്ന് തന്നെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചുകൊണ്ട് ബന്ധുക്കൾക്ക് വിട്ടു നൽകണമെന്നൊരു നിർദ്ദേശം ആശുപത്രി അധികൃതർക്ക് നൽകുന്നതിന് ശേഷമാണ് പിന്നീട് പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. പക്ഷേ 10 മണിയോടുകൂടി എല്ലാ പോസ്റ്റ്മോർട്ടങ്ങളും പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു ആശുപത്രി അധികൃതരുടെ ആദ്യഘട്ടത്തിൽ അവർ നൽകിയിരുന്ന വിവരമെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് 39 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചത്. ഒരു 1.5 വയസ്സുകാരൻ ഉൾപ്പെടെയുള്ള 39 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഈ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടന്നത്. അതിനുശേഷമാണ് പിന്നീട് കവിൻ്റെ മരണം കൂടി സ്ഥിരീകരിച്ച് കവിൻ്റെ മൃതദേഹം കൂടി ഈ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുകയും ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കയറ്റുകയും ചെയ്തിട്ടുള്ളത്. നടപടികൾ ഉള്ളിൽ പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ കവിൻ്റെ മൃതദേഹവും പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചതിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറാൻ കഴിയുമെന്നുള്ളതാണ് അധികൃതർ നൽകിയിട്ടുള്ള വിവരം. ശ്രുതി.